നമ്മുടെ അക്കൗണ്ട് സൂക്ഷിക്കേണ്ട സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ്. അപ്പോൾ ഈ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫോർമാറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു സമ്മറി എന്നുള്ളൊരു ടാബ് ഉണ്ട്, പിന്നെ ഒരു ഡീറ്റെയിൽസ് എന്നുള്ള ടാബ് ഉണ്ട്, പിന്നെ ഒരു മെമ്പർഷിപ്പ് എന്നുള്ള ടാബ് ഉണ്ട്, സെൻട്രൽ ഷെയർ എന്നുള്ള ടാബ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് എന്നുള്ള ടാബിനകത്താണുള്ളത്. മെമ്പർഷിപ്പ് എന്നുള്ള ടാബിനകത്ത് ഇത്രയും ഈ റോസും മീൻസ് ഇത്രയും കോളങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സീരിയൽ നമ്പർ, അത് കാര്യമായിട്ട് നോക്കേണ്ടതില്ല. രണ്ടാമത്തെ ഡേറ്റ്, എപ്പോഴാണോ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് ആ ഡേറ്റ്. പിന്നെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതിന് എന്തെങ്കിലും നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സെർച്ച് ചെയ്യേണ്ടി വന്നാലോ എന്ന് കരുതി ആ നമ്പറും കൂടെ ഇവിടെ ചേർക്കാം. പിന്നെ ആളുടെ പേര്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അയാൾ സിംഗിൾ ആണോ കപ്പിൾ ആണോ ലൈഫ് സിംഗിൾ ആണോ, ഇതാണ് നമുക്ക് 3 തരത്തിലുള്ള മെമ്പർഷിപ്പ് ഉള്ളത്. ലൈഫ് സിംഗിൾ ആകെ ഒരാളെങ്ങാണ്ടേ ഉള്ളൂ, അപ്പോൾ അത് വലിയ കൺഫ്യൂഷൻ ആക്കണ്ട. നമുക്ക് സിംഗിളും കപ്പിളും പ്രധാനമായിട്ടും നോക്കിയാൽ മതി. അപ്പോൾ ഒരാളെ പേര്, ഒരാളെ അക്കൗണ്ട് മീൻസ് പൈസ തന്നു കഴിഞ്ഞാൽ ഇപ്പം 13-ാം തീയതിയാണ് പൈസ വരുന്നതെങ്കിൽ 13/02/2025 അടിക്കുന്നു. പിന്നെ ഒരു നമ്പർ ഉണ്ടാവും, അവർ തരുന്നതിന് നമ്പർ, പിന്നെ അയാൾ തരുന്ന ആളുടെ പേര്. തരുന്ന ആളുടെ പേര് അടിക്കുമ്പം തരുന്ന ആളുടെ പേരിൽ ഡോക്ടർ എന്ന് അടിച്ചിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് മാത്രം അയാളുടെ പേരടിക്കുക. കാരണം നമുക്ക് ഏറ്റവും അവസാനം ആൽഫബറ്റിക് ഓർഡറിൽ അവരുടെ പേരാക്കിയിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ സ്പേസ് ഡോക്ടർ എന്ന് അടിച്ചതിന് ശേഷം ഒരു സ്പേസ് ഇല്ലാതെയോ അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇട്ടിട്ടൊക്കെ അടിക്കുകയാണെങ്കിൽ പിന്നീട് ഇത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ഡോക്ടർ എന്ന് അടിച്ചതിന് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് പേരടിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരടിക്കുമ്പോഴും എപ്പോഴും എല്ലാം ഒരേ ഫോർമാറ്റിൽ തന്നെ അടിക്കാൻ വേണ്ടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പേരിൽ നമുക്ക് സോർട്ട് ചെയ്യാനില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഒരേ ഫോർമാറ്റിലാണെങ്കിൽ സോർട്ട് ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അയാളുടെ പേരടിച്ചു, പിന്നെ അത് സിംഗിൾ ആയിരിക്കുമെങ്കിൽ അയാൾ സിംഗിൾ എന്നും അടിച്ചു. അപ്പോൾ അങ്ങനെ അടിക്കുമ്പം പിന്നെ അവസാനം അയാൾ തന്ന എമൗണ്ടും അടിച്ചു, അത് 4500 ആയിരിക്കും സിംഗിളിൻ്റെ എമൗണ്ട്, അപ്പോൾ അത് അടിച്ചു. അപ്പോൾ അങ്ങനെ അടിക്കുമ്പം നമ്മളിപ്പം 413 മെമ്പേഴ്സാണ് ഉള്ളതെന്നുകൊണ്ട് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ നമ്മളത് ഓട്ടോ പോപ്പുലേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മെമ്പറാണ് നമുക്ക് പൈസ തന്നത്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ സിംഗിൾ മെമ്പർ എന്നുള്ളത് ഒരാളാണ്, അയാൾ തന്ന പൈസ 4500 ആണെന്ന് ഇവിടെ വന്നു. പിന്നെ കപ്പിൾ മെമ്പേഴ്സ് ആരും പൈസ തന്നിട്ടില്ല. ടോട്ടൽ നമുക്ക് 4500 തന്നെയാണ് പൈസ കിട്ടിയിട്ടുള്ളത്. അത് ടാലി ആവാൻ ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പം ഒരു സിംഗിൾ മെമ്പർ കൂടെ പൈസ തരികയാണെങ്കിൽ നമ്മൾ മുകളിൽ പോയിട്ട് അടിക്കുമ്പോൾ ഇത് കാണാത്തതുകൊണ്ടാണ് ഇവിടെ അടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അതിൻ്റെ നമ്പർ കൊടുക്കുന്നു, നെയിം കൊടുക്കുന്നു, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. എന്നിട്ട് അതിന് ശേഷം എസ് എന്നടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എമൗണ്ട് ഇതായിട്ട് വരും. അപ്പോൾ അക്കൗണ്ടിലെ പൈസ ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ക് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പേരടിച്ചിട്ട് നമ്പർ അടിച്ചിട്ട് നമുക്ക് ഇത്രയും പൈസയാണ് വരേണ്ടത്, 9000 ആണ് വരേണ്ടത്. പക്ഷേ അക്കൗണ്ടിലേക്ക് വന്ന പൈസയും കൂടെയാണ് എമൗണ്ട് ഇൻ അക്കൗണ്ട് എന്നുള്ളതാണ് ലാസ്റ്റത്തെ കോളം. അപ്പോൾ അക്കൗണ്ടിലേക്ക് വന്ന പൈസ 4500 ആണെങ്കിൽ ആ പൈസയും കൂടെ അടിക്കുമ്പോഴാണ് അത് ടാലി ആവുന്നത്. അപ്പോഴാണ് ഈ ഒരു എമൗണ്ട് 0 ആവുന്നത്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഇപ്പുറം വന്ന ഈ പൈസ അക്കൗണ്ടിൽ വന്നിട്ടില്ലാതെയാണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ എപ്പോഴും ഒരു ഡിഫറൻസ് കിടക്കും. അതായത് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഒരു അക്കൗണ്ടിലേക്ക് വന്ന പൈസ എത്രയാണെന്നും കൂടി അടിക്കുന്നത്. ഇവിടെ അടിക്കുന്നത് നമ്മളെ നമ്പേഴ്സ് മാത്രമാണ്, സിംഗിൾ ആണോ കപ്പിൾ ആണോ എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും തുടക്കത്തിൽ. പക്ഷേ ഇതിങ്ങനെ ആ താഴത്തേത് നോക്കേണ്ടതില്ല, മുകളിലത്തെ സംഭവം നമുക്ക് ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യം എളുപ്പത്തിൽ മനസ്സിലാകും, തീർക്കാൻ പറ്റും.